ഹലോ. 2023 നവംബർ 7-നായിരുന്നു ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞത്. നിക്കാഹ് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ട് മാരേജ് എന്നുള്ള ലെവലിലാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. പക്ഷെ ഞങ്ങളെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ച് നിക്കാഹ് കഴിഞ്ഞ് 2 മന്ത്സ് ആയപ്പോഴേക്ക് ഞാൻ കൺസീവായി. പ്രോഗ്രാംസും ട്രിപ്സും ഒക്കെ ആയിട്ട് തിരക്കില കാരണം പീരീഡ്സ് ഡിലേ ആയതുപോലും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. 2024 ഫെബ്രുവരി 14 ഞങ്ങളുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ അന്നാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത്. മാഷാല്ലാ, ഞാൻ അതിൽ പോസിറ്റീവായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് അല്ലാത്ത കാരണം അന്നൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് അത് റിയലൈസ് ചെയ്തത്. പക്ഷേ ഇന്ന് ഓർക്കുമ്പോൾ അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾക്ക് പടച്ചോൻ തന്ന വലിയൊരു സമ്മാനമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു പ്രഗ്നൻസി സ്റ്റോറി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. തുറക്കാൻ കഴിയില്ല. എന്തെങ്ങൾക്ക് മോല് വിളിച്ചു എന്തിനാ? എൻ്റെ ഇപ്പം റിയാക്ഷൻ കണ്ടപ്പോൾ തന്നെ ഞാൻ കൂളായി. ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ, മാഷാല്ലാ. പിന്നത്തെ ടാസ്ക് വീട്ടിലെങ്ങനെ പറയും, എന്ത് പറഞ്ഞ് അവതരിപ്പിക്കും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ആര് പറയും എന്നുള്ള കൺഫ്യൂഷനും ചമ്മലൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ കക്കാടംപുഴ പോയി. അവിടെ റിസോർട്ട് എടുത്ത് 1 ഡേ സ്റ്റേ ചെയ്തു. എൻ്റെ വെപ്രാളവും ടെൻഷനും കണ്ട് എൻ്റെ അമ്മച്ചി കാര്യം പൊക്കി. അങ്ങനെ അമ്മച്ചി എല്ലാവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. പഠിക്കണമെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിപ്പോ ഉപേക്ഷിക്കോ ഞങ്ങൾ ആരും തയ്യാറല്ലായിരുന്നു. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി ജേണി ഹാപ്പി ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ആലോചിച്ച് നല്ലൊരു ഹോസ്പിറ്റലും നല്ലൊരു ഡോക്ടറെയും തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തു. മലപ്പുറത്ത് ഇത്തീസ് ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ കാണിച്ചത്, സുധാ മാമിനെ. പ്രഗ്നൻസി സ്റ്റാർട്ടിങ് മുതലൊരു 5 മന്ത് വരെ എനിക്ക് നല്ല ക്ഷീണവും നല്ല വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 5th മന്ത് സ്റ്റാർട്ടിങ്ങിലാണ് ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വന്നത്. നിക്കാഹ് കഴിഞ്ഞത് മുതൽ 6 മാസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും എന്നെ അത്രയും കെയർ ചെയ്തിട്ട് കൊണ്ടുപോകാനും എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ലോങ് ഡിസ്റ്റൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് 2 പേർക്കും ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വൊമിറ്റിങ്ങും ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നതൊക്കെ കണ്ട് പോവായതുകൊണ്ട് ഇക്കൊക്കെ അതിനേക്കാൾ ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് അതിഥി കൂടെ വന്നു, എൻ്റെ സിസ്റ്ററുടെ മോനെ. ഇത്താത്താൻ്റെ ഡെലിവറിൻ്റെ പിറ്റേന്നായിരുന്നു എൻ്റെ 5th മന്തിലെ സ്കാനിങ് ഡേ. ഒരുപാട് പ്രാർത്ഥനയോടെ സ്കാനിങ്ങിന് കയറി. സ്കാനിങ്ങിൽ ബേബി തീരെ വെയിറ്റ് ഇല്ല. 5 മന്തിൽ 350 ഗ്രാമുള്ളായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ കണ്ണും മൂക്കും വായും കൈയും കാലും ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. വെള്ളം കുടിച്ചവരെ ഛർദ്ദിക്കായത് കാരണമാവും ബേബി വെയിറ്റ് വെക്കാത്തത് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. 2 സ്ക്രീനിൽ അപ്പുറം ഇപ്പുറം നിന്നിട്ടാണ് പിന്നെ എൻ്റെ വയറൊക്കെ കണ്ടത്. നാട്ടിൽ നിന്ന് പോയ സമയത്ത് എനിക്ക് തീരെ വയറൊന്നുമില്ല. ബേബി വെയിറ്റ് കുറവായ കാരണം ബേബിയുടെ മൂവ്മെൻറ്റ്സൊക്കെ ശ്രദ്ധിക്കാൻ മാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒട്ടും ഇളക്കം കിട്ടാഞ്ഞിട്ട് ഞാൻ മാമിൻ്റെ അടുത്ത് പോയി. മാം സ്കാൻ ചെയ്ത ബേബീൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ കാണിച്ചു തന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മച്ചിനെ കാണിച്ചതും സുധാ മാമിനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചതും സുധാ മാമിനെയാണ്. സുധാ മാമിൻ്റെ അടുത്ത് എത്തിയാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ബ്രൈഡ് ടു ബി നടത്താൻ പറ്റാത്തത് കാരണം എൻ്റെ മേമ്മമാരും മക്കളും പ്ലാൻ ചെയ്ത് എനിക്ക് നല്ലൊരു മോം ടു ബി സെലിബ്രേഷൻ തന്നു. കോട്ടക്കുന്ന് പോയി ഒരു കുഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ളൊരു കുഞ്ഞ് സെലിബ്രേഷൻ നടത്തി. എൻ്റെ ബ്രൈഡ് ടു ബി നടത്താൻ പറ്റാത്ത പരാതി ഞാൻ മോം ടു ബിയിൽ ഒതുക്കി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കുഞ്ഞ് വളയക്കാപ്പ് നടത്തി. അപ്പോൾ നമ്മൾ ഷാത്താത്താൻ്റെ നിക്കാഹ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ, ഇനി കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ചെറുതായിട്ട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് സങ്കടമില്ല. കാരണം എൻ്റെ കസിൻസ് എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യായിരുന്നു. ഞാനും നല്ല ഹാപ്പി ആയിരുന്നു. എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും ചെറിയ ചെറിയ ഇഷ്ടങ്ങളും നോട്ട് ചെയ്ത് അവരെന്നെ എനിക്കെല്ലാം ചെയ്തു തരുമായിരുന്നു. അപ്പോഴും ആകെ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഇക്കുവിൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള സങ്കടം മാത്രം.
പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഹാപ്പിയായി മുന്നോട്ട് പോയല്ലേ പറ്റൂ. പിന്നെ ഗായ്സ്, ഞാൻ 8ാം മാസം കാത് കുത്താൻ വേണ്ടിയിട്ട് പോയി. നിക്കാഹിൻ്റെ സമയത്ത് ഉപ്പപ്പയും ഉമ്മമ്മയൊക്കെ നിർബന്ധിച്ച് പറഞ്ഞതാണ് കാത് കുത്താൻ. അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല. കല്യാണത്തിന് കാത് കുത്തമ്മ എന്ന് പറഞ്ഞിട്ട് നീട്ടി വെച്ചതായിരുന്നു. അങ്ങനെ കല്യാണം ഇല്ലാത്തതുകൊണ്ട് 8ാം മാസത്തിലാണ് ഞാൻ പോയി കാത് കുത്തിയത്. പിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഡ്യൂ ഡേറ്റിനോട് അടുക്കും തോറും ഞാൻ മെൻ്റലി ഡൗൺ ആയി വരുമായിരുന്നു. ഇമോഷണലി എനിക്ക് പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ബട്ട് അതൊക്കെ തരണം ചെയ്ത് അൽഹംദുലില്ലാഹ് ഞാൻ മുന്നോട്ട് പോയി. ഒക്ടോബർ 14-നായിരുന്നു എൻ്റെ ഡ്യൂ ഡേറ്റ്. 9 മന്ത് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞാൻ കോട്ടക്കുന്നിൽ നടക്കാൻ പോകുമായിരുന്നു. വീക്കിലി 1 or 2 ഞാൻ കോട്ടക്കുന്ന് സ്റ്റെപ്പ് മുഴുവൻ കയറി ഇറങ്ങും. 2 റൗണ്ട് നടക്കുകയൊക്കെ ചെയ്തിട്ട് വരുമായിരുന്നു. ഡെലിവറിയുടെ തലേന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണത്. ബേബീൻ്റെ മൊമെൻറ്റ്സ് ഞാൻ എടുത്തു വെച്ചതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഡെലിവറി വ്ളോഗായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരെ ബൈ.